ഹലോ മോർണിംഗ്. ഇതാ ഇന്നലെ രാത്രിയോടെ ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങി. ഇതപ്പോൾ എണീറ്റു. ഇനിയിപ്പോൾ നിശ്ചയിക്കണം. അപ്പോൾ രാവിലെ എന്താ പറയുക 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി ബസ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് വേറെ സ്ഥലത്ത് ഇറക്കി വിടുന്നത് തോടിനടുത്ത്. അപ്പോൾ അങ്ങനെ പിന്നെ ഒന്നാമത് പിന്നെ അങ്ങനെ ഉറക്കത്തിൽ പെട്ടു. അവസാനം ഇതപ്പോൾ അവിടെ അറിയോ ഡെറാഡൂണിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഋഷികേഷിലേക്ക് 39 കിലോമീറ്റർ ഉണ്ട്. 39 കിലോമീറ്റർ ഇതിൽ ഹിച്ചയിക്കാനുള്ള വഴി നോക്കട്ടെ. ഓക്കെ, എനിക്കൊരു ചെറിയൊരു ലിഫ്റ്റ് കിട്ടി. ലിഫ്റ്റ് ഒരു 5 കിലോമീറ്റർ, കാരണം 39 കിലോമീറ്റർ ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ 34 കിലോമീറ്റർ. എനിക്ക് 5 കിലോമീറ്റർ ലിഫ്റ്റ് കിട്ടി. എന്തോ ഇപ്പോൾ രാവിലെ തന്നെ വൈകുന്നേരം കുറച്ച് വിശപ്പ്. അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ ചെറിയ ഒരു പാക്കറ്റ് ബ്രെഡ് പോലത്തെ ഒരു മധുരമുള്ളത് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു, കഴിക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഇന്നലെ രാത്രി പിന്നെ തിരക്ക് കാരണം ആ ഒരു തിരക്ക് കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാവിലെ വിശന്നിട്ട് പോയി കഴിക്കുക. അപ്പോൾ അതേ രാവിലെ ഒരു 5 മണിക്ക് തൊട്ട് തുടങ്ങിയ നടത്താണ്. ഇപ്പോൾ നടന്ന് ഒത്തിരി ദൂരത്ത് 10 കിലോമീറ്റർ കവർ ചെയ്തു. ഒരു 5 കിലോമീറ്റർ എനിക്ക് ലിഫ്റ്റ് കിട്ടിയെന്ന് അറിയാമല്ലോ. പിന്നെ ബാക്കി ഞാൻ കുറച്ചിങ്ങനെ കവർ ചെയ്തു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഇനി ബാക്കി ഒരു 10-29 കിലോമീറ്റർ ഉണ്ട് ഋഷികേഷിലേക്ക്. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. എന്തായാലും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ തൽക്കാലത്ത് ഞാൻ ലിഫ്റ്റ് ഒന്നും ചോദിക്കണില്ല, കാരണം എനിക്കിപ്പോൾ നടക്കാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ തളർച്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാം. ലിഫ്റ്റ് പിടിക്കാം. അങ്ങനെ ചുമ്മാ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ നടന്നു പോകുമ്പോഴേ ചെറിയൊരു കാഴ്ച, ചെറിയൊരു കാഴ്ച, കുറച്ച് ഭംഗിയുള്ള കാഴ്ച ഉണ്ടോ. വാവ്, ഇനിയും പോകെ നല്ലതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കണ്ട, അത് കൂടെ നടക്കാം. അത് കൂടെ നടന്നു കഴിഞ്ഞാൽ അപ്പി. ഇന്നിപ്പോ ഈ 35 കിലോമീറ്റർ ഞാൻ നടന്ന് തീർക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവസാനം നടന്ന് ഏതോ ഒരു എന്താ പറയാ ഫോറസ്റ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് ഒത്തിരി ദൂരം നടക്കാണ്ട്, നമ്മളല്ലേ 10-35 കിലോമീറ്ററോളം നടക്കാണ്ട് ഋഷികേഷിലേക്ക്. അപ്പൊ രാവിലത്തെ ചെറിയൊരു എന്താ പറയാ ഫുഡ് കഴിക്കാണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ കുറച്ചേരം ആൾട്ടാക്കി. ഓപ്പോസിറ്റ് നല്ല രസമാണ്. ഫുള്ള് മരങ്ങളാണ്. മരങ്ങൾ എന്തിന്റെ അറിയോ, മറ്റേ യൂക്കാലി ചിപ്സ് ഇല്ലേ? സോറി, ചിപ്സ് അല്ല കേട്ടോ, യൂക്കാലി ചിപ്സ് അല്ല, യൂക്കാലിപ്സ് മരങ്ങളുടെ അവിടെയാണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കുറച്ച് ഫുഡ് അടിക്കട്ടെ. ഫുഡ് എന്ന് വെച്ചാൽ ഞങ്ങൾ അടിച്ചരാം എൻ്റെ ഫുഡ് എന്താന്ന്. അപ്പൊ ദിവനാണ് എൻ്റെ ഫുഡ്. ഇതും പിന്നെ ഒരു കുപ്പി വെള്ളം തീർന്നാൽ പിന്നെ അടുത്ത പെട്രോൾ പമ്പ് നടന്നെങ്കിലും വെള്ളം എടുക്കണം. ഇനിയിപ്പോൾ ഇത് കഴിച്ചതാക്കുക. അപ്പൊ സാപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് വീണ്ടും നടക്കാനുള്ള പരിപാടി നോക്കണം. നല്ല രുചിയാ ഇருக்கு. अच्छा है खाना. मॉर्निंग ब्रेकफास्ट है ये, अच्छा है. ചെറിയൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്താ പറയാ, ആള് ഋഷികേഷിലേക്കാണ്. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്ന വണ്ടി. അപ്പോൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എവിടേക്കാ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വന്നോളാൻ പറഞ്ഞത്. എവിടേക്ക് വെച്ചപ്പോൾ ഋഷികേഷാണ് പറഞ്ഞു. ഭാഗ്യമുണ്ട്. നമുക്ക് അറിയാൻ വയ്യ. സുനിലിനാണ് പേര്. ആള് അവിടെ വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോകാൻ എനിക്കറിയില്ല എന്താ കാര്യം. പിന്നെ ഞാൻ അധികം ചോദിച്ചില്ല. എന്തായാലും ഋഷികേഷ് വരെ ആള് കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ കുറച്ച് നല്ല ആൾക്കാരെ തോന്നുന്നു. കാരണം എനിക്കിതിപ്പോൾ പെട്ടെന്ന് ലിഫ്റ്റ് കിട്ടുന്നുണ്ട്. ചോദിക്കുമ്പോൾ തരുന്നുണ്ട്. ചില ആൾക്കാർ മാത്രമേ ചില ബുദ്ധിമുട്ടുള്ളൂ, ചില ആൾക്കാരൊക്കെ തരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടില്ല, നല്ല പയ്യാണ്. കാരണം ഒന്ന് ചോദിക്കുമ്പോൾ തന്നെ ഓക്കെ വന്നോ എന്നുള്ളൊരു മട്ടാണ്.
ഞാൻ എന്തായാലും ഋഷികേഷ് പോട്ടെ. അവിടെ പോയിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടുണ്ട്, പോയി നോക്കാം എന്തായാലും. ഈ കാണുന്നൊരു പോകുന്ന 30 കിലോമീറ്റർ ഫോറസ്റ്റ് ആണ് ഋഷികേഷിലേക്കുള്ള വഴി. എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ലിഫ്റ്റ് കിട്ടിയതാ, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, ഈ പച്ചപ്പും കാടൊക്കെ കണ്ടിട്ട് കുറേ ദൂരം നടക്കായിരുന്നു. പക്ഷെ ഞാൻ ചുമ്മാ ഒന്നിങ്ങനെ ഞാൻ നല്ല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലിഫ്റ്റ് ചോദിക്കാമല്ലോ വിചാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ആ ശരി വന്നോളാം പറഞ്ഞു. ചോദിച്ചപ്പോൾ പറഞ്ഞല്ലേ ആള് കറക്റ്റ് ആ സ്ഥലത്തേക്കാണ്. അപ്പം എന്തായാലും പോട്ടെ, ഇനിയിപ്പോൾ ഋഷികേഷ് എത്തട്ടെ. ഇനിയിപ്പോൾ ഋഷികേഷ് എത്തിയിട്ട് കാണാം. ഒരു പ്ലെയിൻ പറന്നു പോകുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്തൊരു എയർപോർട്ട് ഉണ്ട് കേട്ടോ. ഭയ്യ കോൺസാ ഡോയ് വാല. എനിക്ക് പേരൊന്നും പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്നാലും ഡോയ് വാല എന്നാണ് എയർപോർട്ടിൻ്റെ പേര്. ഇവിടെ അടുത്ത് തന്നെയാണ്. എൻ്റെ ഫോണിലിപ്പോൾ ചാർജ് ഇല്ല. അപ്പോൾ ചിലപ്പോൾ ഫോറസ്റ്റ് ഏരിയകൾ കുറച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ അവിടെ എത്തിയിട്ട് എവിടെയെങ്കിലും വല്ല കടലിന് ചാർജൊക്കെ ചെയ്തിട്ട് പിന്നെ നല്ല നല്ല വീഡിയോസ് എടുക്കാം. പറ്റുന്നത് പരമാവധി നല്ല നല്ല വീഡിയോസ് എടുത്ത് കൊണ്ടുവന്നരാം. मेरा पास जियो है, मुश्किल है। ऋषिकेश से आएगा अच्छा रेंज। ऋषिकेश क्या करना है? रेंज जियो रेंज मिलेगा। हाँ अच्छा बढ़िया। पहाड़ में सबको जियो काम करता है। 5G है? हाँ 5G। ओह अच्छा ये रेंज थोड़ा मुश्किल है अभी ओके। जियो एयरटेल रेंज है। एयरटेल वगैरह ज़्यादा नहीं है, मतलब അപ്പോൾ എനിക്ക് ആ ഒരു ചേട്ടൻ ലിഫ്റ്റ് തന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ചേട്ടൻ ലിഫ്റ്റ് തന്നു. എന്താ പറയുക, ഒരു 35 കിലോമീറ്ററോളം എനിക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ട്. ആ 35 കിലോമീറ്റർ ലിഫ്റ്റ് തന്നു. പിന്നെ ആൾ ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ പകുതിയിൽ വെച്ചിട്ടൊരു പോലീസുകാരൻ കയറി വണ്ടിയിൽ. ആൾ ഇതേപോലെ ഈ പോകുന്ന സ്ഥലത്തേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വന്ന് എന്നിട്ട് എന്നെ ഇറക്കിയിട്ടും എന്നോട് പറഞ്ഞു ഈ ഭാഗത്തേക്ക് ഇറങ്ങിയാൽ ഇത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒത്തിരി നായ്ക്കളുണ്ട് കേട്ടോ. കുരയ്ക്കുന്നുണ്ട്, പക്ഷെ കടിക്കുന്നില്ല. കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നാണ്. ഇനി പറയില്ല എവിടെ വെച്ചിട്ടെങ്കിലും കടിക്കുമെന്ന് അറിഞ്ഞൂടാ, നോക്കണം. പിന്നെ വെള്ളമൊക്കെ ഉണ്ട്. എനിക്കൊന്ന് കുളിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ വെള്ളം തപ്പി നടക്കട്ടെ. അങ്ങനെ എവിടെ നല്ല ബെസ്റ്റ് സ്പോട്ട് നോക്കണം. ഇനിയിപ്പോൾ നടക്കാം കുറച്ച് വേഗം. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു ചെറിയൊരു വാട്ടർഫോളാണ്. എനിക്കറിഞ്ഞൂടാ അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഞാൻ പോകുന്നുണ്ട്. എനിക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്ന് വാഷ് ചെയ്യണം. അതൊക്കെയാണ് മെയിനായിട്ട്. ഇനിയിപ്പോൾ ആൾക്കാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നടക്കില്ല. അതുകൊണ്ട് എന്തായാലും നോക്കട്ടെ. എന്തായാലും വാട്ടർഫോൾ പോയി കാണാം. വാട്ടർഫോൾ പോയി കണ്ടിട്ട് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് വിശേഷങ്ങൾ പറയാം. ഇതൊരു ചെറിയ വഴിയാണ്. അത് കൂടെ ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പുറകിൽ വണ്ടി വരുന്നുണ്ട്, അതങ്ങനെ ഓടുന്ന. ഞാൻ നടന്നു പോകാനുള്ള വഴി ഇതാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു റൂട്ട് എനിക്ക് കിട്ടിയത്. ചെറിയൊരു വഴി, നല്ല രസമുണ്ട് കാണാൻ. ഒരു നേരത്തെ ഒരു വണ്ടിക്ക് മാത്രമേ കൂടെ വരാൻ പറ്റുള്ളൂ. ഹോൺ അടിച്ച് വണ്ടികളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പോകാൻ. കണ്ടോ, എന്താ പറയാ, വീടുകളുടെ നല്ല രസമുണ്ട് കേട്ടോ.
നൈസ്. ഞാനിപ്പോ വന്നിരിക്കുന്ന സ്ഥലം മൊത്തം എന്താ പറയുക, യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. ഞാൻ എത്തിപ്പെടുന്ന സ്ഥലങ്ങൾ മൊത്തം എനിക്ക് പറ്റുന്ന സ്ഥലങ്ങളാണ് കൂടുതലും. എനിക്കെന്നാണ് കുറച്ച് വീഡിയോ എടുക്കാൻ നന്നായിരിക്കുള്ളൂ. ഞാൻ കൂടുതൽ കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ എന്താ പറയുക, എനിക്ക് ഇപ്പം ഈ വന്ന സ്ഥലമൊക്കെ എനിക്കെന്താ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഞാൻ ചിന്തിക്കുന്നതാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്താണോ വിചാരിക്കുന്നത് അതാണ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രത്യേകതരം സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇവിടെ ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. യൂറോപ്യൻസ് അങ്ങനെ ഒത്തിരി പേര്. അവർ മൊത്തം മറ്റേ ഉഴിച്ചൽ, യോഗ, മെഡിറ്റേഷൻ പരിപാടി ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഇന്നില്ല, ഞാനെന്താ ചുമ്മാ ഈ വാട്ടർഫോളിൽ കാണുന്നു, അതേപോലെ തന്നെ ഇറങ്ങുന്നു. റിട്ടേൺ ഇറങ്ങാനുള്ള വഴി എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇതൊക്കെ ഞാൻ കയറുന്ന വഴികൾ മൊത്തം ഇങ്ങനത്തെ വഴികളാണ്. അതുകൊണ്ട് എനിക്ക് റിട്ടേൺ അറിഞ്ഞൂടാ. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് നോക്കിക്കൊക്കെ കണ്ടോ. അപ്പോൾ ഞങ്ങൾക്ക് റിട്ടേൺ എങ്ങനെ ഇറങ്ങുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും നോക്കണം, റിട്ടേൺ പോകാനുള്ള വഴി നോക്കണം. ലൈഫിലൊരു കാര്യം നന്നായിട്ട് ആലോചിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തേടി പിടിക്കുന്നതിനായിരിക്കില്ല ചിലപ്പോൾ ഭംഗി, നമ്മളെ തേടി വരുന്നതിനായിരിക്കും ഭംഗി. അല്ലെങ്കിൽ നമ്മൾ വഴിക്ക് വെച്ച് കണ്ടുമുട്ടുന്നതിനായിരിക്കും ഭംഗി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ലൈഫിൽ ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ തേടി പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങോട്ട് തേടി വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ എന്താ പറയുക, അങ്ങനെ ലൈഫ് അങ്ങനെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോവുക. ഓക്കെ, വാട്ടർഫോൾ എത്താറായി. കുറച്ചും കൂടി ഉണ്ട്, ഒരു 10 മിനിറ്റ് കൂടി നടക്കാനുള്ള ദൂരമുണ്ട്. അറിയാമല്ലോ എൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ. അവിടുത്തെ ആൾക്കാരൊക്കെ ഒത്തിരി പേര് വരുന്നത് ഫ്രീ ആയിട്ട് കയ്യും വീശിയിട്ടും ബൈക്കിലൊക്കെയാണ്. നമ്മളിതാ ഈ 10-20 കിലോമീറ്ററൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ ചങ്ക് ഇങ്ങനെ നടക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ കുളിക്കാനുള്ള പരിപാടി നോക്കട്ടെ. കുളിക്കണം, കാരണം ആകെ വേർത്തിരിക്കുക. അപ്പോൾ കുളിച്ചിട്ട് വേണം ഇറങ്ങാൻ. എന്താ പറയുക, നല്ല തണുപ്പുള്ളതുകൊണ്ട് കുളിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ പോട്ടെ, ബൈ. വീഡിയോ നിർത്താൻ പോവാണ്. ഇത് പോയിട്ട് കുളിക്കട്ടെ കുറച്ചത്. അപ്പോൾ ഏറെക്കുറെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇറങ്ങി. പിന്നെ എന്താ പറയുക, കുളിക്കുന്ന വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയില്ല. കുളിക്കുന്ന വീഡിയോസ് എടുക്കാന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുളിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോട്ടെ. എനിക്ക് തുണികളൊക്കെ എവിടെയെങ്കിലും റോഡ് സൈഡിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഉണക്കണം. എന്നിട്ട്
ഏതൊരു മോയൻ്റെ എന്തോ ചീത്ത വാക്കാണ് വിളിച്ചത് എനിക്ക് മനസ്സിലായി. എന്തോ ചീത്തയാണ് പറഞ്ഞത്. ഞാൻ മൈൻഡാക്കാൻ നിന്നില്ല. ഇപ്പോൾ മൈൻഡാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള നേരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ തുണിയൊക്കെ നോക്കണം. അതാണ് പരിപാടി. ഓക്കെ ബൈ. എന്താ പറയുക, ഈ കാണുന്നത് ഋഷികേശിലൊരു ഹിഡൻ വാട്ടർഫോൾസാണ്. ഇതാ हाँ थोड़ा ऊपर से हाँ थोड़ा ओ 5 मिनट बस नहीं फिर यहाँ राइट करते क्रॉस कर सकते हैं हाँ राइट क्रॉस है അപ്പോൾ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ഞാനത് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഇറങ്ങട്ടെ. അപ്പം ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ നോക്കണം. ഇതൊരു അപ്പോൾ ഈ ഒരു കാണുന്ന ഒരു ലൊക്കേഷനാണ്. ഇതിൻ്റെ മുകളിലൊരു ലൊക്കേഷൻ ഉണ്ട്. ഓക്കെ ബൈ. ഓക്കെ ഭയ്യ. അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളിറങ്ങട്ടെ. അപ്പം നമുക്കങ്ങനെ എന്താ പറയുക, നമുക്കങ്ങനെ അവിടെ നിന്നിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എൻജോയ് ചെയ്തു വന്നു. ഇനിയിപ്പോൾ മെയിനായിട്ടുള്ള എന്താ, തുണി അലക്കണം, പാൻറ്റൊന്ന് ഉണക്കണം. അപ്പോൾ അതിന് മുകളിൽ നല്ലൊരു സ്പോട്ടുണ്ട്, അവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അതിന് ചലിക്കട്ടെ. ഓക്കെ അപ്പോൾ തുണികളൊക്കെ അവിടെ ഉണക്കാട്ടിട്ടുണ്ട്. ഇതാ ബാഗ് ഇവിടെയുണ്ട്. ഇതാ ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ പോവുക. എന്താ പറയുക, റൊട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കണം. എന്താ ഇവിടെ എന്തോ അരിച്ചു. അപ്പോൾ ഒരു ചെറിയ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ചൊറിഞ്ഞിട്ട് വയ്യ. എന്തായാലും ഫുഡ് അടിക്കട്ടെ, അതാദ്യം നോക്കാം. ഇപ്പം ഞാൻ കണ്ടിറങ്ങിയിരിക്കുന്ന വാട്ടർഫോള് ഒരു സീക്രട്ട് വാട്ടർഫോളാണ്. ഇത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, എവിടെയാ, ഋഷികേശിൽ. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ കണ്ടിറങ്ങിയിരിക്കുന്ന വാട്ടർഫോള് ഋഷികേശിൽ ഒരു സീക്രട്ട് വാട്ടർഫോളാണ്. നല്ല മുകളിലേക്കൊരു 3-4 കിലോമീറ്ററോളം മുകളിലേക്ക് കയറാണ്ട്. ഞാൻ പേര് നോക്കി കയറി. പിന്നെന്താ പോകുമ്പോൾ നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളാണ്. സീനറി മൊത്തത്തിൽ ഗ്രീനറിയാണ്. പിന്നെന്താ നല്ല വാട്ടർഫോൾ, നല്ല തെളിഞ്ഞ വെള്ളമല്ല. ഞാനിവിടുന്ന് കയറുമ്പോൾ അത്രയ്ക്കും നേരത്തെ കുളിച്ച് പിണ്ടിയായിട്ടാണ് കയറിയത്. ഞാൻ അവിടെ പോയിട്ട് അധികം കുളിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞാൻ അവിടെ പോയിട്ട് വെള്ളത്തിലായിട്ട് ഇറങ്ങി കുളിച്ച് എൻ്റെ പൊന്നു തണുത്തിട്ട് തലയിലൊരു വെള്ളം വീഴുള്ളൂ. കാരണം നമ്മൾ അത്രയ്ക്കും വേർത്തിട്ടൊക്കെ പോകുമ്പോഴാണ് അതിൻ്റെ ഇത് ഫീൽ അറിയുള്ളൂ. എന്നിട്ട് അവിടെ പോയിട്ട് കുളിച്ചപ്പോൾ എൻ്റെ പൊന്നു എന്തൊരു സുഖം അറിയോ. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പഠിച്ചിരിക്കാൻ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വഴിക്ക് ഫോറിനേഴ്സിന് നിൽക്കാൻ ടെൻറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. കൂടുതലും ഇവിടെ ഫോറിനേഴ്സാണ് വരുന്നത്. കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 90% മൊത്തം ഫോറിനേഴ്സാണ്. ഇവിടെ ഉഴിച്ചൽ പരിപാടികളൊക്കെ, ഉഴിച്ചൽ, യോഗ, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഈ ഒരു സ്പോട്ടിൻ്റെ. പിന്നെ താഴത്തേക്ക് ഞാൻ വരുമ്പോൾ കാണിച്ചിട്ടുണ്ട് ചെറിയ വില്ലേജും പരിപാടികളൊക്കെ. അപ്പോൾ അതൊക്കെ നൈസ് എന്ന് വെച്ചാൽ നമുക്ക് നടന്ന് പോകുമ്പോഴുള്ള വഴികൾ അടിപൊളി വഴികളാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് കണ്ണിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. എന്തായാലും ഞാൻ എൻ്റെ പരിപാടികളൊക്കെ തീർത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ തുണി ഉണങ്ങാൻ ഇതാ നേരത്തെ തുണി ഇറക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ അത് ഇറക്കി പറിച്ച് നടക്കണം. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. ഇപ്പോൾ കുറച്ച് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേയും പരിപാടിയൊക്കെ നോക്കണം. അതൊക്കെയാണ് ഇനിയിപ്പോൾ നോക്കേണ്ടത്. പിന്നെ ഫോണ് ചാർജിങ് നോക്കണം. കുഴപ്പമില്ലാത്തൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം. റൂമല്ല, എവിടെയെങ്കിലും റോഡോ എവിടെയെങ്കിലും. ഓക്കെ ബായ്. എൻ്റെ വീഡിയോയിൽ കാണുന്ന ഈ സ്ഥലങ്ങൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടോ പ്രതീക്ഷിച്ചിട്ടോ പോകുന്ന സ്ഥലങ്ങളല്ല. ഇതൊക്കെ എനിക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ എന്തോ എൻ്റെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അതിലേക്കാണ് എന്നെ കൊണ്ട് എത്തിക്കുന്നത്. ലൈക്ക്
ഞാൻ വഴി മറന്നുപോയി, അതുകൊണ്ട് ഇപ്പോൾ ലോക്കായി. നോക്കണം എവിടെ വഴി നോക്കണം.